ഹായ് ഗൈസ്, അയച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടെയ്ൻമെൻറ്റ് എപ്പിസോഡ് 7 ആണ്. പിന്നെ ഒരു ഇച്ചിരി ലേറ്റായി പോയി. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളിതിന് മുമ്പ് ഒരു ടോപ്പിക്ക് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാസ്ബെറി പൈ ഒരു ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ക്യാമറയുടെ SD കാർഡ് എവിടെയോ കളഞ്ഞു പോയി. അപ്പം ആ ഫുട്ടേജ് എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് രണ്ടാമത് റീടേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഈ റാസ്ബെറി പൈ ഒരു എന്താ പറയുക ഹീറ്റ് സിങ്ക് ഇട്ട് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, നമുക്കിത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആദ്യമേ തന്നെ പോയിട്ട് നമ്മുടെ അൺബോക്സിങ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പം ഇതാണ് നമ്മുടെ പാക്കേജ്. നല്ല ബബിൾ റാപ്പിലൊക്കെയാണ് വന്നത്. നൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, റാസ്ബെറി പൈ ഹീറ്റ് സിങ്ക് കേസാണ്. ഫോർ റാസ്ബെറി പൈ 4 ഹീറ്റ് സിങ്ക് ആണ്. അലൂമിനിയം കേസ് വിത്ത് പ്രൊട്ടക്റ്റീവ് ആനോഡ് ഫിനിഷ്. പാക്കേജിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഏതാണ്ട് ആണ്. റേറ്റ് ഞാൻ ഇട്ടേക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ലൊരു വീണ്ടും ഒരു കവർ. നൈസ്. അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം എനിക്ക് ടോപ്പിൽ നിന്നുള്ള വ്യൂസ് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലത്തെ ക്യാമറയിലത്തെ വ്യൂസ് ഇല്ല. അപ്പം ഇനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി കുറച്ച് പാഡ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് അതിൻ്റെ പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് നോക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ റാസ്ബെറി പൈയിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എന്ത് സോഫ്റ്റ്വെയറാണ് വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഷോട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് റാസ്ബെറി പൈയിലാണ്. അതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ റാസ്ബെറി പൈയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെറ്റപ്പും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കീബോർഡ് കുത്തിയിട്ടുണ്ട്, മൗസും കുത്തിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മളൊരു ഹാർഡ് ഡിസ്കും കൂടെ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും കൂടെ ഇതിൽ കുത്തിയിട്ടുണ്ട്. അപ്പം പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് കുത്തുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു USB അഡാപ്റ്റർ മാത്രം കുത്തിയിട്ട് ഹാർഡ് ഡിസ്ക് ഡയറക്റ്റ് സാറ്റ കുത്തി വെച്ചേക്കാണ് നമ്മൾ USB യിലേക്ക്. പിന്നെ നമ്മൾ ലാൻ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ നെറ്റ്വർക്ക് എന്തിനാണ് കുത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാസ്ബെറി പൈയിൽ എക്സ്പോർട്ടായി കിട്ടിയ വീഡിയോ നെറ്റ്വർക്ക് വഴിയായിരിക്കും നമ്മുടെ ഒറിജിനൽ എഡിറ്റിംഗ് പി സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഗൈസ് നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കാണ് ഇപ്പോൾ ഈ 107 GB നിങ്ങൾ കാണുന്നത്. അതിൻ്റെ താഴത്തുള്ള വോളിയം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ ഈ B1Wൻ്റെ അടുത്ത് 2 ഫയലുണ്ട്. നമ്മുടെ ഡാഷ് ക്യാമറയുടെ ഫയലാണ്. അപ്പോൾ നമുക്ക് 2 ഫയൽ എടുത്തിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് ഫയൽസിലേക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫയൽ ഇങ്ങോട്ട് എടുത്തിടാം. നമ്മുടെ ബാക്കിയുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മാതിരി തന്നെയാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ 2 ഫയൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നമ്മളിവിടെ വലിച്ചിട്ടു. അതാണ് ഇപ്പോൾ ട്രാൻസിഷൻ എങ്ങനെയാണോ കൊടുക്കുക. ട്രാൻസിഷൻ ഭയങ്കര ട്രാൻസിഷൻസ് ആണല്ലോ. നമുക്ക് ക്ലൗഡ്സ് എന്ന് പറഞ്ഞ ട്രാൻസിഷൻ വന്നത്. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി നേരെ ഫയൽ, എക്സ്പോർട്ട് വീഡിയോ, ബ്രൗസിൽ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കാണുന്നുണ്ടോ? എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കാണാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. പൈയുടെ തന്നെ പൈ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ഇടാം. ഡെസ്ക്ടോപ്പ് ടെസ്റ്റ് ചൂസ്. ഓക്കെ, ഡയറക്ടറിയാണ് ചോദിച്ചാണ്. അപ്പോൾ ചൂസ് ഇവിടെ കൊടുക്കാം. ഡെസ്ക്ടോപ്പിലേക്ക് ഇടാം. 720p വേണ്ട, നമുക്ക് 1080p തന്നെ എടുക്കാം. 1080p 25 frames per second അല്ല, 29.97 frames per second. അഡ്വാൻസ്ഡ് എന്താ വീഡിയോ, എക്സ്പോർട്ട് വീഡിയോ ആൻഡ് ഓഡിയോ, സ്റ്റാർട്ട് ഫ്രെയിംസ്, ഇത് ഇമേജ് സീക്വൻസ്, വീഡിയോ സെറ്റിംഗ്സ്. ഓക്കെ, സിമ്പിൾ. നമുക്കൊരു വീഡിയോ ക്വാളിറ്റി ഹൈ ആണ്. നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫയൽ നെയിം കൊടുക്കാം. ടെസ്റ്റ് എക്സ്പോർട്ട് വീഡിയോ. ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5.05 frames per second ഒക്കെയാണ് റെൻഡറിങ് നടക്കുന്നത്. റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഓൾറെഡി htop എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചിട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 2 3 4. ഇത് ക്വാഡ് കോറിൻ്റെ 4 കോറിൻ്റെ യൂസേജ് ആണ് ഇപ്പോൾ കാണുന്നത്. അതേമാതിരി മെമ്മറി എത്ര GB യൂസ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് 1.43 GB യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 3.81 GB ഫ്രീ ഉണ്ട്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ ലൊട്ടിലൊടുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി 4% ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റാസ്ബെറി പൈയിൽ വെച്ചേക്കുന്ന ഹീറ്റ് സിങ്ക് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊരു ചെറിയ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് തോന്നിയില്ല. ഓക്കെ, ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഇമ്പോർട്ട് OS, ഇമ്പോർട്ട് ടൈം, അതിനുശേഷം ഡെഫിനിഷനാണ് മെഷർ ടെമ്പ് എന്നും പറഞ്ഞിട്ട് അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് കിട്ടുന്നതിൽ നിന്ന് ടെമ്പറേച്ചർ ഈക്വൽ ടു എന്നുള്ള സംഭവം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യിച്ച് കാണിക്കുവാണ്. മെഷർ ടെമ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് അത് ഓരോ സെക്കൻഡിലും പ്രിന്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ 48, 47, 48, 49 ഇങ്ങനെയാണ് നമ്മുടെ ഹീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു 60 ഡിഗ്രി വരെ നേരത്തെ നമ്മുടെ ഹീറ്റ് സിങ്ക് ഇല്ലാണ്ട് 60 ഡിഗ്രി വരെ കയറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്ക് വെച്ചപ്പോൾ ഒരു 49, 48 അങ്ങനെ ആവറേജ് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ് സിങ്ക് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്.
ഗൈസ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുട്ടേജ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ ജിറ്ററിങ് ജെർക്കിങ് അങ്ങനത്തെ ഒരു മോഷനൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഒറിജിനൽ ഫുട്ടേജിൽ അതില്ല, പക്ഷെ ഇത് എഡിറ്റിംഗ് സമയത്ത് വന്ന എന്തോ ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് അങ്ങനെ അടിപൊളി ഭയങ്കര പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഒരു ചെറിയ ലാഗ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോം വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിരിക്കും. ഗൈസ് റാസ്ബെറി പൈ ട്രാൻസിഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹോൾ വീഡിയോ, അതായത് ആ 2 മിനിറ്റ് വീഡിയോ റെൻഡർ ചെയ്യാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും നേരത്തെ നമ്മുടെ ഈ എൻറ്റയർ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ട ഫുൾ വീഡിയോ റെൻഡർ ചെയ്യാനെടുത്ത സമയം എടുത്തു ആ ഒരു 2 മിനിറ്റ് വീഡിയോ റെൻഡർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല സ്പീഡിലൊന്നും റെൻഡർ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ റാസ്ബെറി പൈനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ ഇതിനേലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പലർക്കും നമ്മളെ അഴിച്ചുപണി ചാനലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ക്രോം എടുത്തിട്ട് ക്രോമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ എടുത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. മൊബൈലാണെന്നുണ്ടെങ്കിൽ ആപ്പിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ചിൽ അഴിച്ചുപണി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഒരു ലൈക്കും ഒരു കമൻറ്റും അടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്തിട്ട് പോവുക, കാരണം നിങ്ങളായിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.